നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പൂരിക്കുള്ള മാവ് റെഡിയാക്കാം ആദ്യം തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് 240 ml ഒരു കപ്പിന് ഗോതമ്പ് പൊടി ആണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം, ഒരു ടീസ്പൂണോളം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നെയ്യ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പൂരിക്ക്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ അങ്ങ് കുഴച്ചെടുക്കണം. ഒരുപാട് ഹാർഡായി പോകണ്ട കേട്ടോ. മാവ് ഒരുവിധം സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മാവ് നല്ല പോലെ കുഴച്ചെടുക്കാം. ഇപ്പം ഇതാ മാവ് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ അങ്ങ് തടവി കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും. അത് നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും ഇത് ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി നമുക്കിത് മൂടി വെക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം ഇതാ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മാവ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഒരെണ്ണം പരത്തി കാണിച്ചു തരാം. പൂരിക്ക് പരത്തുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പൂരിയുടെ ആ കട്ടി ഉണ്ടല്ലോ, അത് ഒരുപാട് കുറയാനും പാടില്ല, അതേപോലെ തന്നെ അത് ഒരുപാട് കൂടാനും പാടില്ല. അതിന് മിഡിലായിട്ട് ഉള്ള ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പൂരി പ്രസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ളൊരു ടിപ്പാണ് പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മളിങ്ങനെ പരത്തുമ്പോൾ ഒരുപാട് പ്രസ് ചെയ്ത് പരത്താതെ ജസ്റ്റ് അങ്ങോട്ട് നമ്മൾ പരത്തിയെടുക്കുക. ഒരുപാട് പ്രസ് ചെയ്യണ്ട നമ്മൾ പരത്തുമ്പോൾ. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള, നമ്മൾ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ കിട്ടൂലേ നല്ല വീർത്തിട്ട് അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ നമ്മൾ പൂരിക്ക് വേണ്ടിയിട്ട് പരത്തിയെടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി കിട്ടും. അപ്പോൾ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി അഥവാ നിങ്ങൾ പരത്തുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റൗണ്ട് ഷേപ്പ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ സാധാ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്പുകളൊക്കെ ഫോളോ ചെയ്തിട്ട് പരത്തിയിട്ട് ഇതേപോലത്തെ ഒരു പാത്രം വെച്ചൊന്ന് പ്രസ് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ റൗണ്ട് ഷേപ്പിൽ കിട്ടും. അപ്പം നമുക്ക് ടെൻഷൻ ഇല്ലാതെ അടിപൊളി പൂരി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. കണ്ടോ, നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയും ചെയ്യാം, അതല്ല നിങ്ങൾക്ക് സാധാ പോലെ പരത്തി കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടാത്തവർക്ക് വേണ്ടിയുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത്. ഇനി പൂരി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം എണ്ണയുടെ ചൂടറിയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ചെറിയ പോർഷൻ മാവിൻ്റെ പോർഷൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് പെട്ടെന്ന് പൊന്തി വരാണെങ്കിൽ നമ്മൾ പൂരി റെഡിയാക്കാൻ എണ്ണ ചൂടായെന്നാണ് അർത്ഥം. ഒരു മീഡിയം ചൂടിൽ വേണം എപ്പോഴും ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ആ ഇട്ട് കൊടുത്ത് മാവിൻ്റെ പീസ് ഉണ്ടല്ലോ അത് മാറ്റാം. എന്നിട്ട് നമുക്ക് പൂരി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി പൂരി ഫ്രൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമുക്കൊരു പൂരി പരത്തിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ടല്ലോ ഇതേപോലെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ശക്തിയിൽ പ്രസ് ചെയ്യരുത്. അപ്പോൾ പൂരി നമുക്ക് കറക്റ്റായിട്ട് വീർത്ത് കിട്ടില്ല, അത് പൊട്ടിപ്പോവും. പൊട്ടിയാൽ ശരിക്കും വീർത്ത് കിട്ടില്ല നമുക്ക്. അപ്പോൾ അത് സൂക്ഷിച്ച് പ്രസ് ചെയ്യുക. എന്നിട്ട് നമുക്കത് തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പൂരി ഇടുന്ന സമയത്ത് എണ്ണയുടെ ചൂട് ഒരു മീഡിയം ആയിരിക്കണം. അതേപോലെ തന്നെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തീ കുറച്ച് വെക്കാം. ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഉള്ളിലങ്ങ് വേവാണ്ടിരിക്കും. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ലപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പൂരിയുടെ കളറൊക്കെ ജസ്റ്റ് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ചും മറിച്ചും സൂക്ഷിച്ച് വേണ്ടോ തിരിച്ചും മറിച്ചിടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് നല്ല പോലെ എടുക്കാം. ഇപ്പം നമ്മുടെ പൂരി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിങ്ങി കോരി മാറ്റാം.
അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ പൂരി നമുക്ക് പരത്തിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ പൂരിയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്ന പോലത്തെ പൂരി ഇവിടെ വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്